All the twinkle stars. How beautiful people. അശാനെ, സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. കുഴപ്പമില്ല, ഒന്നൊക്കെ വലിച്ചോ. നമ്മളൊക്കെ എത്ര വലിച്ചിരിക്കുന്നു. അയ്യോ, ഫിലമെന്റ് അടിച്ചു പോയെന്ന് തോന്നുന്നു വലിച്ച്. എന്ത് കൂടിയായിട്ടും തന്നെ. എന്തോ നീല് ടിംഗ്ലിംഗ് സ്റ്റാർസ് ഇതെത്ര? കായംകുളത്തുനിന്ന് ഇറക്കുമതി ചെയ്തതാ. ഓ മൈ ഗോഡ്. നാട്ടുകാർ കാണും ഉണ്ടായി അങ്ങോട്ട് എന്തോന്ന് നമ്മളെ പിടിച്ച് എക്സസൈസിന് കൊടുക്കും. എക്സസൈസിനോ? അല്ല, എക്സസൈസിന്. എക്സസൈസ് ഞങ്ങളുടെ സജി മന്ത്രി ഇവിടെ ഉള്ളപ്പോ നടക്കത്തില്ല. പിള്ളേരെ എങ്ങനെ വലിച്ചോടാന്നാണ് പറയുന്നത്. അത് സിഗരറ്റ് അല്ലേ, ഇത് കഞ്ചാവ്. അയ്യോ, നിങ്ങളുടെ സജി മന്ത്രി, നിങ്ങളുടെ സാംസ്കാരികനായ സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മന്ത്രി പറഞ്ഞല്ലോ പിള്ളേരെ നിങ്ങൾ വലിച്ചോടാം. ഞാനും പണ്ട് വലിച്ചിട്ടൊക്കെ ജയിലിൽ കിടന്നപ്പോ വലിച്ചിട്ടുണ്ട്. ജയിലിൽ കിടന്നപ്പോഴല്ല, അല്ലാത്തപ്പോഴും വലിച്ചിട്ടുണ്ട്. നിങ്ങൾ വലിച്ചോടാ പിള്ളേര്. ജയിലിൽ കിടന്നപ്പോ വലിക്കാറുണ്ടായിരുന്നു. അത് ഇതൊക്കെ ഒരു മഹാ അപരാധാണോ? വലിക്കുന്നത് ഒരു മഹാ അപരാധം. വലിക്കാൻ കിടക്കുന്നു. അതെ, എന്തിനെ പറയുന്നു, വലിയ എഴുത്തുകാരന്മാര് വരെ വലിക്കാറുണ്ടായിരുന്നു. ആരൊക്കെ വലിക്കും? മരണപ്പെട്ട MD പോലും വെറുതെ വിട്ടിട്ടില്ല. വലിക്കുന്നവരെ ലിസ്റ്റ് എടുത്തിട്ടെ. വലിച്ചതിന്റെ കഥ എവിടുന്നാന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത്? ഇവരുടെ മറ്റേ സംഘാത്ത് പ്രതിഭ MLA മകൻ ഒരു വലിച്ചായിരുന്നല്ലോ. അതെ, വലിച്ചു. ആ വലിച്ചത് നാട്ടാര് ഒക്കെയപ്പോൾ സജി മന്ത്രി പറഞ്ഞു, ചുമ്മാ പിള്ളേരെ മെക്കിട്ട് കയറില്ല കേട്ടോ, പിള്ളേരായ വലിക്കും, കുടിക്കും, വേണേ പെണ്ണും പിടിക്കും. അല്ലേ? അത്രയ്ക്കൊന്നും പോണ്ട. ഒരു പഫ് അത്രയും മതി. ഒരു പഫ് എടുത്ത് ഇങ്ങനെ നിന്നപ്പോഴത്തേക്ക് എക്സസൈസ് വന്നു. എത്ര കിലോ അവിടെ പിടിച്ചത്? പിടിച്ചൊന്നുമില്ല, വ്യാജ വാർത്ത. വെറും 90 ഗ്രാം വ്യാജ വാർത്ത. പിടിച്ചപ്പോ എത്രയോ കിലോ ഉണ്ടായിരുന്നത് പറഞ്ഞു വന്നപ്പോഴത്തേക്ക് എക്സൈസിന്റെ കയ്യിൽ ഒരു 90 ഗ്രാമേ ഉണ്ടായിരുന്നു. ബാക്കി നിങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചോടെ AKG സെന്ററിൽ കൊണ്ടുപോയി. ഓ, ഞങ്ങൾ കൂട്ടിയിട്ട് കണ്ടില്ല, പുക പൊങ്ങിയത്. പുക വരുന്നുണ്ട്. എന്റെ ശിഥിലമാ ഓർമ്മകളിൽ പുകപടലം. പുക വലിച്ചതിന് ജാമ്യമില്ല വകുപ്പ്. പുക വലിക്കുന്നത് മഹാ അപരാധാണോ? ഞങ്ങളുടെ സഹകന്മാര് ജയിലിൽ കിടന്നപ്പോ പുക വലിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, എന്നിട്ട് നിങ്ങൾ എന്തിനടെ ഈ റോഡിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഒരു മുടി വളർത്തിയ പിള്ളേരെ കാണുമ്പോഴത്തേക്ക് നീ കഞ്ചാവല്ലേടാന്ന് ചോദിക്കുന്നത്? നമ്മൾ ചോദിച്ചോ? ഞങ്ങൾ ചോദിച്ചു. അല്ല, നിങ്ങളുടെ കക്ഷത്തിരിക്കുന്ന എക്സൈസ് ആണല്ലോ ചോദിക്കുന്നത്. പോലീസുകാരും ഒക്കെ ചോദിക്കുമല്ലോ. രണ്ട് പിള്ളേര് കൂട്ടം കൂടി നിന്ന ഉടനെ നീയൊക്കെ കഞ്ചാവ് വലിക്കുമല്ലേടാ? അപ്പൊ നിങ്ങളുടെയൊക്കെ മറ്റടുത്തിരിക്കുന്നവന്മാർക്ക് വലിക്കാം. അത് പണ്ട് വലിച്ചിട്ടുള്ള കാര്യമല്ല പറഞ്ഞു, ഇപ്പൊ വലിച്ചെന്നല്ല, പണ്ട് വലിച്ചിട്ടുണ്ടെന്ന് പണ്ട് ജയിലിൽ കിടന്നപ്പോ. ഇപ്പൊ സജി മന്ത്രിയുടെ കാര്യമല്ല പറഞ്ഞു. നിങ്ങളുടെ പ്രതിഭയുടെ മോൻ എപ്പോഴാ വലിച്ചത്? അതും വ്യാജ വാർത്ത. വ്യാജ വാർത്ത കെട്ടിപ്പടുത്ത മാധ്യമങ്ങൾക്കെതിരെ ഇവരുടെ പോലീസുകാർ പറയുന്നത് കഞ്ചാവ് വലിക്കുന്നവന്മാരെ കണ്ടാലേ നമുക്കറിയാം. കീറിയ പാന്റ്, മറ്റേ തല മുഴുവൻ മുടി, ഇവന്മാര് കുളിക്കത്തുമില്ല, നനയ്ക്കത്തുമില്ല. അതുപോലാണല്ലോ നിങ്ങളുടെ പ്രതിഭ MLA മോനും ഇരിക്കുന്നത്. അത് പിള്ളേരെ പാഷൻ. ഇവരുടെ മറ്റേടത്തുള്ളവരുടെ മക്കള് ഇടുമ്പോഴത്തേക്ക് ഫാഷൻ, മറ്റേതാകുമ്പോഴത്തേക്ക് കഞ്ചാവ്. പിന്നെ കുട്ടികളായ കൂട്ടം കൂടില്ലേ? നമുക്കും പറയാനുള്ളത്, കുട്ടികളായാൽ കൂട്ടം കൂടും. അപ്പോഴത്തേക്ക് നിങ്ങൾ കഞ്ചാവ് എന്ന് പറഞ്ഞിറങ്ങുന്നത്. ഈ നിങ്ങളുടെ പ്രതിഭ MLA മോന് കൊമ്പോ പാലോ വല്ലതും ഉണ്ടോടോ? ആ കുട്ടി വലിച്ചിട്ടില്ലെന്ന്. അയ്യോ, കുട്ടി വലിച്ചില്ല, വലിപ്പിക്കാറേ ഉള്ളെന്ന്. ആ കുട്ടി എന്തെങ്കിലും മോശം കാര്യം ചെയ്തെന്ന് FIR ഇല്ലല്ലോ. പുക വലിച്ചു എന്നാണ് അതിലുള്ളത്. അതിന് ജാമ്യമില്ലാത്ത വകുപ്പ്. നമ്മള് അങ്ങനെ ഇതൊക്കെ ചെയ്യുന്ന ആവശ്യം എന്തായിരുന്നു? എടാ, പിന്നെ എന്തിനാണ് നിങ്ങൾ ബാക്കിയുള്ള പിള്ളേരുടെ കാര്യത്തിൽ ചന്ദ്രഹാസം വളക്കുന്നത്? അതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അത് കുട്ടി വരുന്ന തലമുറകള് നശിച്ചു പോകരുത്. അവര് അപ്പൊ നിങ്ങളെ സജി മന്ത്രി പറഞ്ഞ പിള്ളേർക്ക് വലിക്കാം. അത് നിങ്ങൾ എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നില്ലേ? എവിടെയെങ്കിലും ഒരിടത്ത് നില്ലേ? ഡബിൾ ഡാഡി സിൻഡ്രോം കാണിക്കാതെ, അല്ല മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിക്കാതെ ഒരിടത്ത് നില്ലേ? നിങ്ങളുടെ മന്ത്രി പറയുന്നു വലിച്ചോടാ പിള്ളേര്. അത് പണ്ട് വലിച്ചിട്ടുള്ള കാര്യം പറഞ്ഞടാ. നിങ്ങളുടെ മന്ത്രിയുടെ കഥ എന്തായാലും ഒന്ന് വലിച്ചു പോയി, അതിനെ ന്യായീകരിക്കണ്ടേ? അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, പണ്ട് ഞാനും വലിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വലിക്കില്ല. അത് പണ്ട് ജയിലിൽ കിടന്ന് വലിപ്പിക്കാറേ ഉള്ളൂ നാട്ടുകാരെ. മന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് നാട്ടുകാരെ അണ്ണൻ വലിപ്പിക്കാറേ ഉള്ളൂ. ആരാടോ സാംസ്കാരിക മന്ത്രിയുടെ കസേര കൊടുത്തത്? അത് ഞങ്ങളുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് പറഞ്ഞു വിട്ട് വീണ്ടും വിരിച്ചിരുത്തി. അത് തന്നെ. ഇതൊക്കെ രാഷ്ട്രീയ നാടകമാണ് സുഹൃത്തുക്കളെ, വെറും രാഷ്ട്രീയ നാടകം. ഞങ്ങൾ എങ്ങനെയെങ്കിലും നാണം കെടുത്ത കുട്ടികളെ അപകടപ്പെടുത്തുന്നു. കുട്ടികൾ മറ്റേ കൊമ്പത്തിരിക്കുന്നവന്മാരുടെ മക്കൾക്ക് എന്ത് ഉന്യാസവും കാണിക്കാവുന്നതാണോ? അതിനുള്ള അവിടെ നിൽക്കണം. ഇവിടുത്തെ ഏത് സാധാരണക്കാരന് നിങ്ങളുടെ ഏത് മറ്റേടത്തെ കൊമ്പത്തിരിക്കുന്നവന് ഒരേ നിയമം തന്നെയാണ് രാജ്യത്തുള്ളത് കേട്ടോ. വേറെ നിയമമൊന്നുമില്ല. അല്ല, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ വേറെ നിയമം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ കാശിറക്കി നിയമം വിലയ്ക്ക് വാങ്ങും, അത് വേറെ കാര്യം. പാവപ്പെട്ടവൻ അതിന് സാധിക്കില്ലല്ലോ.
ഓ നിങ്ങളുടെ ചകാക്കന്മാരുടെ മക്കളെല്ലാം കുറെ കേമമാണ്, പറയിക്കരുത് നമ്മളെ കൊണ്ട് കേട്ടല്ലോ. മാസപ്പിടിക്കാര്, കോർപ്പറേറ്റുകളുടെ കാശ് വാങ്ങി നക്കുന്നവര്, കഞ്ചാവ് വലിക്കുന്നവര്, കൂട്ടിയിട്ട് കത്തിക്കുന്നവര്, പെണ്ണ് പിടിയന്മാര്. ഇത് രാഷ്ട്രീയ നാടകമാണ്. 140 MLA മാര് ഏറ്റവും മികച്ച ആളാണ് പ്രതിഭ. ഏറ്റവും മികച്ച സഖാത്തി. അതുകൊണ്ടാണ് കായംകുളത്തുകാർക്ക് പോലും കണ്ടുകൂടാ ഈ പറയുന്ന യു പ്രതിഭേനെ. കായംകുളം എന്തിനേറെ ഇവരുടെ CPM-കാർക്ക് പോലും കണ്ടുകൂടാ. ആർക്കാണ് കണ്ടുകൂടാത്തത്? നിങ്ങളുടെ സഖാക്കള് തന്നെയാണെന്ന് ഒരു അടക്കം പറച്ചിലുണ്ട്. പറഞ്ഞോണ്ടിരിക്കുകയുള്ളൂ. മോന്റെ വലിപ്പിക്കൽ കഥകളൊക്കെ പൊക്കിയത് സഖാക്കൾ തന്നെയാണെന്ന്. എന്തായാലും നല്ല രാഷ്ട്രീയ നാടകം നടക്കുന്നുണ്ട്. പണി ഇനി 1 വർഷം കൂടിയല്ലേ ഞങ്ങൾക്കുള്ളൂ. അപ്പൊ പണി ഇപ്പോഴേ അങ്ങ് തുടങ്ങിയിട്ടുണ്ട്. കള്ളനാടകങ്ങളൊക്കെ ചെയ്ത് 1 വർഷം കൂടിയേ ഇവർക്കുള്ളൂ. കായംകുളത്ത് തിരഞ്ഞെടുപ്പിന് കളമൊരുക്കാൻ യു പ്രതിഭ MLA വേട്ടയാടുകയാണ്. MLA വേട്ടയാടുകയാണ്. ആവശ്യം വന്നാലും MLA അവിടെ കാണാൻ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ എല്ലാ കഥകളും പ്രചരിപ്പിച്ചു. MLA എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അവിടുത്തെ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ആയിരിക്കണം. പക്ഷെ അവിടെ എന്ത് നടന്നാലും പ്രതിഭേനെ കാണാനില്ല. ഏത് മണ്ഡലത്തില്? തിരുവനന്തപുരത്തിരുന്നല്ലേ ഇത് പറയണത്? അവിടെ അങ്ങോട്ട് പോയി ചോദിച്ചു. ഇവിടെ എന്റെ നാട് ആലപ്പുഴയാടോ കേട്ടോ. ആലപ്പുഴ വരുന്നാടോ ഈ കായംകുളം കേട്ടോ. കൂടുതൽ നമ്മളെ കൊണ്ട് പണയിക്കരുത് കേട്ടല്ലോ. ഭാഷന്റെ വീട് ആലപ്പുഴയാണ്. അപ്പൊ സ്ത്രീ എന്ന പരിഗണന പോലും നൽകുന്നില്ല. ജാതീയത ചേർത്ത ആക്ഷേപം. ഇതൊക്കെ എന്തുവാണ്? ഒരു രാഷ്ട്രീയ ആരോപണത്തിൽ പോകണം. അല്ലാതെ സ്ത്രീ ജാതീയത മറ്റത് മറിച്ചത്. സ്ത്രീ എന്ന പരിഗണന പോലും നൽകുന്നില്ല. ജാതീയ അധിക്ഷേപം. അതെ. നിന്നേക്കെ ഉണ്ടല്ലോ തന്തയില്ലാതെ കൊച്ചിനെ പ്രസവിപ്പിക്കും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ആ സ്ത്രീയെ അത്ര ഏറെ ബഹുമാനിച്ച ആ വ്യക്തിത്വം ആരായിരുന്നു? നിങ്ങളുടെ SFIയുടെ ആര്? ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി. അത് മികച്ച ഒരു സ്ത്രീ സ്ത്രീകളെ അംഗീകരിക്കുന്നതിന് തുല്യമായിരുന്നു അല്ലേ? അത് പണ്ട് പെട്ടെന്ന് ആ ഒരു സമരത്തിന്റെ ആ ഒരു ഈ തിളപ്പിലങ്ങ് പറഞ്ഞു പോയത്. അതൊരു ആ സാഹചര്യം കൊണ്ട് നിങ്ങൾ നോക്കണം. അത്രയും ആൾക്കാരുടെ അതിലേക്ക് ഞങ്ങൾ പോകുന്നില്ല. അത് ഞങ്ങൾ ഖേദം പ്രകടിപ്പിച്ചല്ലോ. അയ്യോ നിങ്ങളുടെ ഖേദം കൊണ്ട് അതിന് കാര്യമില്ലല്ലോ. അത് തെറ്റിപ്പോയി, പോട്ടെ, ഞങ്ങള് മിസ്റ്റേക്ക് ക്ഷമിച്ചേക്കും. അതും അവര് ജാതീയ അധിക്ഷേപവും നടത്തിയായിരുന്നു നിങ്ങളുടെ സെക്രട്ടറി. അതൊക്കെ എടുത്ത് ഇങ്ങോട്ട് ഇടണ്ടേ? നിങ്ങൾ പറയുമ്പോ ആലപ്പുഴയുടെ കാര്യം പറയുമ്പോഴേക്കും ആർഷനെടുത്തിട്ട് പറഞ്ഞതിന് ആലപ്പുഴയുടെ കാര്യം പറ. ആലപ്പുഴയിലെ ആലപ്പുഴ നിങ്ങളുടെ യു പ്രതിഭ MLA അവിടെ നടത്തിയ മികച്ച 2 പ്രവർത്തന പരിപാടികളൊന്നും. സോറി, എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി ആലപ്പുഴയല്ല. അയ്യോ നിങ്ങളുടെ തന്നെയല്ലേ ആണ്. എന്നാലും ഞാൻ ആലപ്പുഴയല്ലല്ലോ. എന്റെ വീട് തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ഇവരുടെ സഖാത്തി അവിടെ ചെയ്ത മികച്ച 2 കാര്യങ്ങൾ എന്താ? അവിടുത്തെ ചെറുപ്പക്കാരിലേക്ക് ലഹരി മരുന്നിന്റെ ഒരു വലിയ സങ്കേതം തുറന്നു കൊടുത്തു. ഏറ്റവും മികച്ച പ്രവർത്തനമാണ്. മകനായിരിക്കും അതിന്റെ ഡീലർ അല്ലേ? എനിക്കൊന്നും ലൈവിൽ വന്ന് അമ്മച്ചി പറഞ്ഞായിരുന്നു. അമ്മച്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ യു പ്രതിഭ അമ്മച്ചി പറഞ്ഞായിരുന്നു മറ്റേ മോന്റെ കാര്യത്തിൽ. അവൻ അത്ര നല്ല മറ്റേ കുട്ടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അവൻ നിഷ്കളങ്കനാണെന്നും ഞാൻ പറയുന്നില്ല. അവൻ വലിച്ചതാണ്. പക്ഷെ അവൻ എന്നോട് വിളിച്ച് പറഞ്ഞു, അമ്മേ ഞാൻ ഇതിൽ പെട്ടുപോയതാണെന്ന്. അച്ചച്ചോട്ടാ അതെ, പെട്ടുപോയതെന്ന്. അത് ഉടനെ ചാടിയെടുത്ത് മാധ്യമങ്ങൾ അങ്ങ് പ്രചരിപ്പിച്ച് അങ്ങ് ഇതാക്കുകയും ചെയ്തു. പ്രായപൂർത്തിയായ കുട്ടികൾ തെറ്റ് ചെയ്ത് അതിന്റെ പേരിൽ അമ്മയെ ആക്ഷേപിക്കുന്നത് എന്തിനാണ്? അത് പറ. വളർത്തുന്നവരല്ലേ അന്ന് പറഞ്ഞ അമ്മയെ ആക്ഷേപിക്കണ്ടോ? അമ്മ രാഷ്ട്രീയക്കാരി പോട്ടെ, രാഷ്ട്രീയം പോട്ടെ, അമ്മ LDF കാരിയായിട്ടാണ് ഇത്രയും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സഖാക്കളെ, ഞങ്ങളുടെ നേതാക്കളെ നാണം കിടക്കും. അതന്നെ സുഹൃത്തുക്കളെ, സഖാക്കളുടെ മക്കൾ കഞ്ചാവ് വലിക്കും, വേണമെങ്കിൽ പൊടി വലിക്കും, അതൊക്കെ പെണ്ണ് പിടിക്കും, പീഡിപ്പിക്കും. ആരും ചോദിക്കരുത്. ബാക്കിയുള്ളവന്റെ പിള്ളേര് ചെയ്താൽ നമ്മൾ കേസെടുക്കും. പ്രതിഭയെ CPM-നെ വേട്ടയാടുകയാണ് ലക്ഷ്യം എല്ലാവരുടെയും. ഇതിന് പിന്നിൽ പ്രതിഭയോടുള്ള വ്യക്തി വൈരാഗ്യമാണ്. അല്ലടോ പ്രതിഭ, അതെ പണയാൻ പടി വ്യക്തി വൈരാഗ്യമാണ്. അത് രാഷ്ട്രീയ വ്യക്തി വൈരാഗ്യം. എന്ത് തേങ്ങയ്ക്കാണ് ഈ പ്രതിഭയോട് വ്യക്തി വൈരാഗ്യം? ഞങ്ങളുടെ പ്രവർത്തനം രാഷ്ട്രീയ വൈരാഗ്യവും തോന്നേണ്ടത്? അവിടെ അങ്ങനെ ഒരു MLA ഉണ്ടെന്ന് പോലും നാട്ടുകാർക്ക് അറിയത്തില്ല. അയ്യോ, എന്നിട്ടാണ് നാട്ടുകാർക്ക് വിവരമില്ലാത്ത ഞങ്ങളുടെ കുറ്റമല്ല. നാട്ടുകാർക്ക് വിവരം ഇല്ലാത്തത് കൊണ്ടാണല്ലോ നിങ്ങൾ ജയിപ്പിച്ച് വിട്ടത് അവരെ. ഒരാളെ കയ്യിൽ നിന്നല്ലേ കഞ്ചാവ് പിടിച്ചോളൂ എന്ന് വെച്ചാൽ എല്ലാവരും കയ്യിൽ നിന്ന് പിടിക്കണമായിരുന്നു. എന്റെ അഭിപ്രായത്തിൽ പ്രതിഭ MLA-യുടെ കയ്യിൽ നിന്നും പിടിക്കണമായിരുന്നു. അതിനുള്ള മറുപടിയൊക്കെ മറ്റേ മഞ്ഞിങ്ങനെ വീഡിയോ വിട്ട് ക്യാപ്സൂൾ ഇറക്കാത്ത എന്ത്? ഡിസംബർ ആയതുകൊണ്ട് മോന്റെ വൈന്ന് മഞ്ഞ് പോയതാണെന്ന്. അതെ, അത് വരുമല്ലോ. അത് മറുപടി തന്നല്ലോ. വീഡിയോ എടുത്തിട്ട് എല്ലാ മാധ്യമവും കഴിച്ചു കൊടുത്തില്ലേ? അത് പുകയല്ല, മഞ്ഞു ഇട്ടത്.
അത്രേ ഉള്ളൂ. ചുമ്മാ ആന പറയുന്നു. അതുകൊണ്ടാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വന്ന് പറഞ്ഞത് പിള്ളേര് 2 പുക വലിച്ചാൽ എന്താണ് കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല. അതെ എന്റെ പൊന്ന് കുട്ടികളെ, നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് കഞ്ചാവ് വലിക്കുകയാണെങ്കിൽ, എക്സൈസ് വരികയാണെങ്കിൽ ഇതേ നമ്പർ ഇറക്കുക. ഞങ്ങളുടെ സജി മന്ത്രി പറഞ്ഞിട്ടുണ്ട് 2 പുക വലിച്ചാൽ എന്താണ്. എക്സൈസ് ആദ്യം കുട്ടികളെ ഉപദേശിക്കണമായിരുന്നു. ഞങ്ങളുടെ മന്ത്രി പറഞ്ഞതാ. ആദ്യം കുട്ടികളെ ഉപദേശിക്കണമായിരുന്നു. ഏത് പ്രതിഭയുടെ മോനെ? അത് ആ കുട്ടികളെ ഒന്ന് ഉപദേശിക്കണമായിരുന്നു. പിന്നെ എക്സൈസുകൾ ചെയ്യാൻ ഇത് പ്രതിഭയുടെ മോനായതുകൊണ്ട് അവർ അയ്യോ പൊത്തോന്ന് പറഞ്ഞോണ്ടാണ് എടുത്തോണ്ട് പോയത്. രാരീരം പാടി വേറെ വല്ല പിള്ളേരെ എങ്ങാനും നടു റോഡിൽ നിന്ന് കിട്ടുമായിരുന്നെങ്കിൽ എന്റെ പൊന്നടാവേ അമ്മമാരെ അടിച്ച് തല തല്ലി പൊടിച്ചാണ് ഈ അവന്മാരെല്ലാം. ഞങ്ങളുടെ MLA യുടെ മോന്റെ കയ്യിൽ നിന്നൊന്നുമല്ല കഞ്ചാവ് പിടിച്ചെടുത്തത്, വേറെ കുട്ടിയുടെ കയ്യിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. പിന്നെ ഞങ്ങളുടെ MLA യുടെ മോനെ ഉണ്ടോ? ഇല്ല. ഉണ്ടെങ്കിൽ എന്തിനാ ഞങ്ങളുടെ MLA യുടെ മോനെ പിടിച്ചോണ്ടോ? എന്തിനാ ആദ്യ കയ്യിൽ കഞ്ചാവ് വരുന്നു ആ കുട്ടിയെ പിടിച്ചോണ്ട് പോകണം, അല്ലാതെ MLA യുടെ മോനെ പിടിച്ചോണ്ടോ എന്തിനാണ്? കൂട്ടത്തിലുള്ളതുണ്ടോ? അത് അവൻ കഞ്ചാവ് വലിച്ചില്ല, അവൻ കഞ്ചാവില്ല, പിന്നെ എന്തിനാണ് നിങ്ങളുടെ MLA യുടെ സ്വാധീനം ഉപയോഗിച്ച് അവനെ ഊരിയെടുക്കാൻ നോക്കിയത്? അത് പിന്നെ ആ കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നിങ്ങളുടെ CPM-കാരെല്ലാം കൂടെ നിരന്ന് വന്ന് നിന്ന് മറ്റേ നിങ്ങളുടെ MLA യുടെ മോന് പിന്തുണ പ്രഖ്യാപിച്ചു. എന്തിനാണ്? ഒരു കുറ്റവും ചെയ്ത് നിങ്ങൾ രാവിലെ ലഹരിക്കെതിരെ കൈകോർത്ത് പിടിച്ച് മതിൽ പണിക്കും, വൈകിട്ട് നിങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കും. എവിടെയെങ്കിലും ഒരിടത്ത് നില്ലടോ, എവിടെയെങ്കിലും ഒരിടത്ത് ഒറ്റ അലക്കൊച്ചെന്നുണ്ടല്ലോ. കുട്ടി തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ കേസെടുക്കണം? ആ കുട്ടിയെ രക്ഷിക്കണം. തെറ്റ് ചെയ്തിട്ടില്ലാത്തവരുടെ ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതിപ്പോ MLA യുടെ മകനായാലും ശരി, പ്രധാനമന്ത്രിയുടെ മകനായാലും ശരി, തെറ്റ് ചെയ്യാത്തൊരു ലോകത്ത് ശിക്ഷിക്കപ്പെടാൻ പാടില്ല. സാധാരണക്കാരന്റെ മക്കളും അവരായാലും ശരി, തെറ്റ് ചെയ്താത്തവര് ശിക്ഷിക്കപ്പെടരുത്. ഇത് ആരും ഒറ്റ കൊടുത്തതാണ്. അതാ പറഞ്ഞത്, സഖാക്കൾ തന്നെ കാലി വാരിയതാണെന്ന്. നിങ്ങളുടെ പ്രതിഭ MLA യുടെ ഭരണത്തിന്റെ ഗുണം കൊണ്ട്, ഒന്നിലും അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ട് സഖാക്കള് തന്നെ കാലുമായിരിക്കും. കുട്ടികളെ വിളിച്ചത് തെറ്റായി പോയി എന്ന് പറയാലോ. ചുമ്മാ എന്തിന് കേസൊക്കെ എടുത്തത്? മാതാപിതാക്കളെ വിളിച്ചു വരുത്തി പറയാലോ. കേസെടുക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. രണ്ട് കഞ്ചാവ് വലിച്ചെന്നല്ലേ ഉള്ളൂ. ഇന്ന് അവൻ കഞ്ചാവ് വലിക്കും, നാളെ അവൻ സിന്തറ്റിക്കിലേക്ക് കടക്കും. അത് കഴിയുമ്പോ റോഡിൽ കൂടെ പോകുന്ന പെണ്ണുങ്ങളെ ഞങ്ങളുടെ കുട്ടികളെ പറ്റി ഒന്നും പറയാം. നിങ്ങളുടെ കുട്ടികള്, ഞങ്ങളുടെ സഹാക്കന്മാരുടെ കുട്ടി, ഞങ്ങളുടെ MLA യുടെ കുട്ടീനെ പറ്റി പ്ലാൻ ചെയ്ത വെറും രാഷ്ട്രീയ നാടകമാണ് ഇവിടെ നടക്കുന്നത്. വെറും രാഷ്ട്രീയ നാടകം. ഇനി ഈ 1 വർഷം എന്തൊക്കെ ഞങ്ങൾ കാണുമെന്ന് അറിയാമോ? ഞങ്ങൾ എന്തൊക്കെ രീതിയിൽ അപമാനിക്കാൻ ശ്രമിക്കുന്ന അറിയാമോ? ഇതെല്ലാം ഫുൾ രാഷ്ട്രീയ നാടകമാണ്. നിങ്ങൾ ആ രീതിയിൽ തെറ്റിപ്പോകരുത്. നിങ്ങൾ ആ രീതിയിൽ വേണമെങ്കിൽ 2 പഫൊക്കെ വലിച്ചിട്ട് ഞാൻ പൊക്കോ ഒൽക്കയുടെ മൂട് അവരുടെ സഖാക്കന്മാരുടെ മക്കള് പുളുത്തിയ ഓഹോ വന്നേക്കുന്നു ന്യായീകരണ ക്യാപ്സൂളുമായിട്ട്. ഈ സജീനൊക്കെ ആരാടാ സാംസ്കാരിക മന്ത്രിയാക്കിയത്? എവറി ടിംഗ്ലിംഗ് സ്റ്റാർ ടിംഗ്ലിംഗ് 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 വലിച്ച